അല്ലല്ല, ഏകദേശം ഒരു 10,000-ഓളം ഷർട്ടുകളാണ് ഒരുമിച്ച് ഒരു വൺ ടൈമിൽ അത് വാഷ് ആകും. പെർഫെക്ഷന് വേണ്ടിയിട്ടും അതിന്റെ ക്വാളിറ്റി ഫിക്സ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്ക് വീണ്ടും അറിയാൻ വേണ്ടി ഫാബ്രിക് വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ ലേ വിരിക്കുക. 300 ലേ വരെ ഇതിനകത്ത് വിരിക്കാൻ പറ്റും. 300 ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1000. F0 എന്ന് വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ബൊമ്മനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഷർട്ടുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ക്ലബ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. അതായത് ഷർട്ടുകളൊക്കെ ബ്രാൻഡ് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒത്തിരി പേര് മെസ്സേജും കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ കേരളത്തിലെ വയനാട്ടുകാരനായുള്ള അനൂപാട്ടിനെ കോൺടാക്ട് ചെയ്തു. നേരെ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഷർട്ട് ബ്രാൻഡ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് തരുന്നത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ബ്രാൻഡ് ക്ലബ് കമ്പനിയുടെ ഓണർ ആയിട്ടുള്ള അനൂപേട്ട മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. അനൂപേട്ട, ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് വരാൻ മെയിൻ കാരണം ഒത്തിരി പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഷർട്ടൊക്കെ എവിടെ നിന്നാണ് ഈ ബ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണല്ലോ അറിയാം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നിങ്ങളെ ഈ ഒരു കമ്പനിയെ കുറിച്ച് അറിഞ്ഞത്. നേരെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ വന്നത് എത്ര വർഷമായി? അതേപോലെ ഇത് തുടങ്ങിയിട്ട് ഇതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങളുള്ളത്? ഏകദേശം ഒരു 20 വർഷമായി ഞാനിവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഈ ഫീൽഡിൽ വന്ന് വർക്ക് ചെയ്യാണ് ചെയ്തത്. 20 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിൽ ഇവിടത്തേക്ക് വന്നത്. അതെ, ചെറിയ ഒരു 16-17 വയസ്സിൽ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഈ ഫീൽഡിലെത്തി. അപ്പോൾ വന്ന് പിന്നെ നമ്മൾ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് മേഖലയായിരുന്നു എനിക്കിത്. അപ്പോൾ അപ്പോഴാണ് ഈ ഡിസൈനിങ്ങും കാര്യങ്ങളും അങ്ങനെ മർച്ചൻഡൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. അങ്ങനെയാണ് 2006-08 കാലഘട്ടങ്ങളിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് പോയത്. അവിടെ നേരെ തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ വരികയാണ് ഉണ്ടായത്. വന്നപാടെ തന്നെ ഇങ്ങനെ ഒരു ചെറിയതായിട്ട് തുടങ്ങിയ ഒരു 10 മെമ്പേഴ്സിനെ വെച്ച് നമ്മൾ തുടങ്ങിയ സംഭവമാണിത്. ഇപ്പൊ ഏകദേശം ഒരു 150 മെമ്പേഴ്സോളം നമുക്ക് എടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. 150 പേരുടെ ഒരു കമ്പനിയാണ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിയേണ്ടത് ഇവിടുത്തെ ഈ വർക്ക് എങ്ങനെ നിങ്ങളുടെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മെറ്റീരിയൽ വന്ന് ഇവിടുന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ഡിസൈനിന്റെ ഒരു പരിപാടി ഉണ്ട്. ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഈ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഡിസൈൻ ചെയ്തെടുക്കാൻ വരച്ച് നമ്മൾ കൈകൊണ്ട് വരച്ച് ഉണ്ടാക്കുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസൈനിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തന്നെ 1000-ഓളം ഷർട്ടുകൾ നമുക്ക് ചിലപ്പോൾ ഡാമേജ് ആയി പോകും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കംപ്ലീറ്റ് അങ്ങോട്ട് പോകും. അപ്പൊ അത് വര കറക്റ്റ് ആയിരിക്കണം. വര കറക്റ്റ് ആയിരിക്കണം, ഡിസൈനിങ് കറക്റ്റ് ആയിരിക്കണം. ഡിസൈൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ കണ്ടെത്തുന്നതാണോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ നിങ്ങൾക്ക് തരുന്നതാണോ? കസ്റ്റമർ തരുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ മെറ്റീരിയൽ അവർക്ക് വേണ്ട ഡിസൈൻ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതും ഉണ്ട്. അങ്ങനെയുണ്ട്. അതൊക്കെ കഴിഞ്ഞു നേരെ ഇവിടത്തേക്ക്. അതിന് മുമ്പ് നമ്മൾ ഈ തുണിന്റെ ഷ്രിങ്കേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്താ പരിപാടി? അത് ഈ തുണി നമുക്ക് ചുരുങ്ങി പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് ഇതേപോലെ ഇങ്ങനെ ലേ വിരിച്ച് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് തുണി നിങ്ങൾ വാഷ് ചെയ്യണം അല്ലെങ്കിൽ? ഇല്ലല്ല, നമ്മളൊരു തുണിയിൽ ഒരു കാറ്റഗറി തുണിയിൽ ഒരു 1/2 മീറ്റർ തുണി നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ വാഷിംഗ് ടെസ്റ്റിംഗ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മളെ ഫാബ്രിക് വന്നതിന് ശേഷം നമ്മൾ ഇതേപോലെ ലേ വിരിക്കുക. ഇത് ഇത്രത്തോളം ലേകൾ വിരിക്കും. ഓരോന്നോരോന്നായിട്ടാണോ കട്ട് ചെയ്യുന്നത്? അല്ലല്ല, 100-ഓളം ഷർട്ടുകൾ 100-ഓളം ലേ ആയിരിക്കും. അത് ഏകദേശം ഏറ്റവും കൂടുതൽ നമ്മൾ 300 ലേ വരെ അത് വിരിക്കാൻ പറ്റും. 300 ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 1000 ഷർട്ടുകൾ ഒറ്റയടിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് കട്ട് ചെയ്യുള്ളൂ. എന്നിട്ടാണ് ഇതിന്റെ മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇതിന്റെ മുകളിൽ മാർക്ക് ചെയ്യണം. അതെ, അതിന്റെ ലെങ്ത് എല്ലാം കൂടി വെച്ച് നമ്മൾ ഷ്രിങ്കേജ്, നമ്മളെ ഫാബ്രിക്കിന് ആദ്യം വന്നിട്ടുള്ള ഷ്രിങ്കേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഷ്രിങ്കേജ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൈനസ് ചെയ്തിട്ട് വേണം നമുക്കിതിന് അതിന്റെ മുകളിൽ മാർക്ക് ചെയ്യാൻ. മാർക്ക് ചെയ്തതിനു ശേഷം മെഷീൻ വെച്ചാണ് കട്ട് ചെയ്യുക. മെഷീൻ കട്ടിംഗ് ആണ് ഇവിടെ. മെഷീൻ കട്ടിംഗ് ആണ് നടക്കുക. അങ്ങനെയൊക്കെ വെച്ചോണ്ടിരുന്ന നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുനടക്കാൻ പറ്റും? ഏകദേശം നമ്മളൊരു ദിവസത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1000 ഷർട്ടാണ് പെർ ഡേ. 1000 ഷർട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. അപ്പൊ 1000 ഷർട്ടിനുള്ള കട്ടിംഗ് ലോഡിങ് നമ്മൾ ഇവിടുന്ന് കൊടുക്കണം. കട്ടിങ് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കട്ടിങ് കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ട്. അവിടെ വെയിറ്റിംഗ് ലൈൻ. അപ്പൊ അത്ര ഫാസ്റ്റ് ആയിട്ട് നടക്കേണ്ടതാണ് ഈ മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യും. ഈ മെഷീൻ ഇവിടെ കട്ട് ചെയ്തു. മെഷീൻ കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇവിടെ നമ്പറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എല്ലാ പാർട്സിനും നമ്പർ അടിക്കും. ഈ നമ്പർ ഓരോ നമ്പറും ആയിരിക്കും ഓരോ ഷർട്ടിൽ വരിക. ഒരു നമ്പർ ആയിരിക്കും ഒരു ഷർട്ടിന്റെ എല്ലാ പാർട്സും വരിക. കോളർ ആണെങ്കിലും നെക്ക് ബാൻഡ് ആണെങ്കിലും അതുപോലെ നമ്മുടെ സ്ലീവ് പാർട്സുകളെല്ലാം ഒരു നമ്പറിലായിരിക്കും. ഒരു ഷർട്ടിന് ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പർ കംപ്ലീറ്റ് ഒന്നിച്ച് വന്നാൽ ഒരു ഷർട്ടായി മാറുള്ളൂ. അതിനുശേഷം ഈ ക്യാൻവാസ് എന്ന് പറയും. നമ്മൾ ഈ സാധനം നമ്മൾ ഷർട്ടിന്റെ കോളറിലും കപ്പിനും സ്റ്റിപ്പ് വരാൻ വേണ്ടിയിട്ട് ഒട്ടിക്കുന്ന മെഷീനാണത്. ഈ മെഷീന്റെ ഈ ഭാഗത്ത് കൊടുത്ത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് അപ്പുറത്ത് വന്നിട്ട് നമുക്ക് ഒട്ടിട്ട് വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കുക. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയയിലാണ്. അപ്പൊ സ്റ്റിച്ചിങ് ഏരിയയിൽ നമ്മൾ പാർട്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ ഞാൻ വരുന്നത് വരെ ഞാൻ ചിന്തിച്ചത് ഒരു 20-25 പേരുണ്ടാവുന്നതാണ്. ഇത് എത്ര പേര് ഇരുന്നിട്ടാണ് ഒരേ സമയം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏകദേശം 150 പേരോളം വർക്ക്
ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ. ടോട്ടൽ ആൾക്കാർ അതെ അതെ അത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് പാർട്സ് വൈസ് ആണ് മൂവ് ആക്കുക. ഓരോ ടൈലേഴ്സും നമുക്ക് ഒരു പാർട്സ് ആണ് അടിക്കുക. ഇല്ല 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 അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു എം സൈസിന്റെ ഷർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എം സൈസ് തന്നെ ആയിരിക്കും, എല്ലാ ഷർട്ടും എം സൈസിന്റെ അതേ ഒരേ മെഷർമെന്റ് ആയിരിക്കും, ഒരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും വരില്ല. കാരണം ഇതിന്റെ എല്ലാ പാർട്സുകളും ഓരോരുത്തരാണ് ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ലാസ്റ്റിലേക്ക് ഒരു ഷർട്ടായിട്ട് മാറുന്നത്. അപ്പൊ ഇത് ഒരാൾ തന്നെ ചെയ്യുന്ന സമയത്ത് അത്രയും പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? അത്ര പെർഫെക്റ്റ് ആയിരിക്കും. ആ സൈഡ് ആണെങ്കിലും അതിന്റെ എല്ലാ ഭാഗങ്ങളും ആ പാർട്സുകളും എല്ലാം ഒരാൾ തന്നെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ കംപ്ലൈന്റ് വന്നാൽ തന്നെ ഒരു ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ ഇത് ആര് ചെയ്തു ആരെയാണെന്ന് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അതും കൂടി ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഒരു കോളർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളൊരു പോക്കറ്റ് ചെയ്യുന്ന ആള് അത് ആ പോക്കറ്റ് മാത്രമേ അവർ ചെയ്യും, അത് പോക്കറ്റ് മാത്രമേ ചെയ്യുള്ളൂ. സൈഡ് ആണെങ്കിൽ സൈഡ് ചെയ്യുന്ന ആള് സൈഡ് മാത്രം. പിന്നെ ഈ മെഷീൻ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ് കേട്ടോ. എല്ലാ മെഷീനും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇതിന്റെ ത്രെഡൊക്കെ ഓട്ടോമാറ്റിക് കട്ടാവും. എവിടെയാണ് മെഷീൻ സ്റ്റോപ്പ് ആവുന്നത് അവിടെ വെച്ചിട്ട് കട്ടായി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ ആ ബോട്ട് അടിക്കുന്ന സിസ്റ്റം ഒക്കെ കണ്ടില്ല, ഏറ്റവും അടിയിലൊക്കെ ഇരിക്കുന്നത് ഫോൾഡറാണ്. ആ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ആവശ്യം വരുന്നില്ല. അത് ഈ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതാണ്. ഓരോ പാർട്സും അടിക്കുന്ന ഭാഗങ്ങൾ ഇയാൾ ചെയ്തുകൊണ്ട് എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഓരോ പാർട്സ് അടിച്ചാലും അയാൾ അത് വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഏകദേശം ഒരു ഷർട്ട് 10 ഷർട്ട് ആകുമ്പോഴത്തേക്കും ഒരു 3-4 ഷർട്ട് അയാൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം ആ പാർട്സുകൾ. അപ്പൊ ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് കംപ്ലൈന്റുകൾ കുറയും. അതിനു വേണ്ടിയിട്ട് ഒരു ചെക്കിംഗ് പ്രത്യേക ഒരാൾ ഇന്റർലൈനിൽ ഈ ലൈനിൽ മുഴുവൻ അയാൾ ചെക്ക് ചെയ്തോണ്ടായിരിക്കും. അപ്പൊ ലാസ്റ്റിലേക്ക് ഒരു പ്രൊഡക്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ട്, അവിടെ വെച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 2 ചെക്കിംഗ് ഉണ്ട്. ഇത് ലാസ്റ്റ് പുറത്തേക്ക് വരുന്നത് പിന്നെ 2 ചെക്കിംഗ് ഉണ്ട്. അടിപൊളി. ഇത് ഞാൻ ചിന്തിച്ച ഒരു കാര്യമല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു ഷർട്ട് വാങ്ങി ഇടുമ്പോൾ ഭയങ്കര എളുപ്പമല്ലേ? നമ്മളാരെങ്കിലും ഇത്രയൊന്നും ചിന്തിക്കുന്നില്ല. എത്രയോ ആൾക്കാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഈ ഷർട്ടിന്റെ. ഷർട്ടായിട്ട് പുറത്തേക്ക് വരും. ഓക്കെ, നമ്മളിത് കഴിഞ്ഞു, സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അത് അടുത്ത പ്രോസസ്സിംഗ് ഒന്നും കൂടി ഉണ്ട്. ഇത് ഇൻഡസ്ട്രിയൽ വാഷിംഗ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. വാഷ് ചെയ്യണം ഇത്? അതെ, ഇത് ഈ വലിയൊരു ഇതേപോലെ തന്നെ വലിയൊരു ഫാക്ടറികളാണ് നമ്മളെ വാഷിംഗ് യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഫാക്ടറി തന്നെയാണ്. അത് എല്ലാം വലിയൊരു മെഷീനിലേക്ക് ഒരുമിച്ചിട്ടിട്ട് വാഷ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് നമ്മൾ പിന്നെ വാഷ് ചെയ്തെടുക്കണം. അത് ഇൻഡസ്ട്രിയൽ വാഷാണ്. അത് സിലിക്കോൺ സോഫ്റ്റ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡസ്ട്രിയൽ വാഷ് തന്നെ ഉണ്ട്. അത് ആ ഷർട്ടിന്റെ ക്വാളിറ്റിയിൽ വേറെ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടിയിട്ടുള്ള വാഷാണത്. എല്ലാ ഷർട്ടും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കും. എല്ലാ ഷർട്ടും അത് ഏകദേശം ഒരു 8000-10000 ഷർട്ടുകളാണ് ഒരുമിച്ച് വാഷ് ചെയ്യുക. നമ്മൾ ഏത് ഷർട്ട് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ വാഷ് ചെയ്യണം. അത് ചെയ്യണം. അത് അതിന്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. പെർഫെക്ഷന് വേണ്ടിയിട്ടും അതിന്റെ ക്വാളിറ്റി ഫിക്സ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും ഡാമേജുകളോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്ക് വീണ്ടും അറിയാൻ വേണ്ടിയിട്ടും പിന്നെ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ്ങുകൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് ടെക്നിക്കൽ അല്ലല്ല ഏകദേശം ഒരു 10,000-ഓളം ഷർട്ടുകളാണ് ഒരുമിച്ച് ഒരു വൺ ടൈമിൽ അത് വാഷ് ആവുക. പെർഫെക്റ്റ് ആയി ഷർട്ടായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഫിനിഷിംഗ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ മാറി. അപ്പോൾ ഈ ഫിനിഷിംഗിൽ ഇനി നമ്മൾ ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതിന്റെ ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്ന മെഷീനാണ്, പിന്നെ ബട്ടൺ അടിക്കുന്നത് മെഷീനാണ്. അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇല്ല, അത് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പൊ ബട്ടൺ അടിക്കുന്നത് ഒരു മെഷീൻ, എന്നിട്ട് ബട്ടൺ ഹോൾ അടിക്കുന്ന ഒരു മെഷീൻ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത എല്ലാ നൂലുകളും വെട്ടിക്കളയുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത് നമ്മൾ ഇങ്ങനെ വെട്ടുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഇതിപ്പോൾ അതാ ഈ ട്രിമ്മിംഗ് എന്ന് പറയും. ട്രിമ്മിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിമ്മേഴ്സാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ട്രിമ്മേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്കേഴ്സ്, ഇവരാണ് ചെക്കേഴ്സ്. ഇതിപ്പോൾ നടക്കുന്നത് ചെക്കിംഗ് ആണ്. ഈ ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് അതിനകത്തുള്ള പൊടികളെല്ലാം നമ്മൾ കുടഞ്ഞു കളയുന്ന പോലെ ഡസ്റ്റിംഗ് ചെയ്തിട്ട് ആണ് ഇത് അയൺ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് അയൺ ചെയ്യുന്നത്. ഈ അയൺ ചെയ്യുന്നത് മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീമാണ്. അത് ബോയിലറാണ്. അവിടെ ഇരിക്കുന്ന ബോയിലറിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ചിരിക്കുകയാണ്. ആ വെള്ളം ഈ പൈപ്പിൽ കൂടെ നീരാവിയായിട്ട് ഈ അയൺ ബോക്സിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇതിനെ അയൺ ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാക്കിംഗ് കഴിഞ്ഞ് ആ കസ്റ്റമേഴ്സിന് ഇതിനെ അയച്ചു കൊടുക്കുന്നത്. അതിനുവേണ്ടി ഇനി എനിക്ക് അറിയേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഒത്തിരി പേര് എന്നോട് ഇതേപോലെ ഷർട്ടുകൾ ചെയ്തു കൊടുക്കുന്ന കമ്പനി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏത് ആൾക്കും ആര് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ബ്രാൻഡ് ചെയ്ത് കൊടുക്കും ഇവിടുന്ന്? അതെ, സ്വന്തമായിട്ട് ബ്രാൻഡുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പുതിയതായിട്ട് ആരെയും തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും
നമുക്കത് അവരുടെ ബ്രാൻഡിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ചെയ്തു കൊടുക്കുക. അതായത് ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ അവർ തന്നെ ചെയ്ത് കൊണ്ടുവരണോ? എങ്ങനെയാണ് അതിന്റെ ബ്രാൻഡ് നെയിം അവർ തന്നാൽ മതി. ബാക്കി അതിന്റെ ലേബലിങ്ങും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്ന നമുക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവര് ഇതിന്റെ ലേബൽ കാര്യങ്ങളും അവർ കൊണ്ടുവരണ്ട. അവർ കൊണ്ടുവന്നാലും ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. മെറ്റീരിയൽ അവർ തരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ തന്നെ മെറ്റീരിയൽ എല്ലാം എടുത്ത് ലേബിളാക്കി അവരുടെ ബ്രാൻഡിൽ നമ്മൾ തന്നെ വേണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഓപ്ഷനും നമ്മൾക്കുണ്ട്. അങ്ങനെ ചെയ്തു കൊടുക്കും. അതിന്റെ ഏറ്റവും വലിയൊരു ടെൻഷനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ ഈ ഡിസൈനിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? എന്തായാലും ഡിസൈൻ നമ്മൾ ചെയ്ത് കൊടുക്കും. അതുകൂടാതെ അവരുടെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ എന്തായാലും അവരോട് ചോദിക്കും. ഏത് കസ്റ്റമറുടെ ആണെങ്കിലും അവരുടെ ഒരു ഓപ്ഷനും കൂടി നമ്മൾ അതിനകത്ത് വെക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല, എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ലാണ്ട് ഞാൻ നിങ്ങളുടെ വരുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിസൈൻ ചെയ്തിട്ട് എനിക്കത് കാണിച്ചു തരും, എനിക്കത് ഓക്കെ ആണെങ്കിൽ ഞാനത് ഓക്കെ പറഞ്ഞാൽ മതിയാവും. മതിയാവും. ഞാനൊരു ഡിസൈൻ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു ഡിസൈൻ ചെയ്തിട്ട് അവരെ കാണിച്ചു കൊടുക്കും നമ്മൾ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു ഡ്രോ ചെയ്യും, അതിനുശേഷം അതിനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇവിടെ നിങ്ങൾ ചെയ്തെടുക്കുന്ന ഷർട്ടുകൾ ഏതൊക്കെ കാറ്റഗറികൾ ചെയ്യുന്നത്? മെൻസ് മാത്രമാണോ? മെൻസ് ഉണ്ട്, ബോയ്സ് ഉണ്ട്. മെൻസിന്റെ തന്നെ നമ്മൾ ഡെനിം ഷർട്ടുകളുണ്ട്, RFD ഷർട്ടുകളുണ്ട്. ബോയ്സിന്റെ അതേപോലെ തന്നെ എല്ലാ ഷർട്ടുകളും, മെൻസിനും ബോയ്സിനും പറ്റിയ എല്ലാ ഷർട്ടുകളും നമ്മൾ ചെയ്തു. ഷർട്ടുകൾ എല്ലാ ടൈപ്പ് റെഡിയാണ്. എല്ലാ ടൈപ്പ്. ഓക്കെ. അതേപോലെ ഇതിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് എന്താ, കംപ്ലൈൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കംപ്ലൈൻറ്റ്സ് നമ്മൾ അതിനുള്ള റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. കംപ്ലൈൻറ്റ്സ് അധികം വന്നിട്ടില്ല നമുക്ക് ഇതുവരെയ്ക്കും. 8 വർഷത്തിനുള്ളിൽ നമുക്ക് കംപ്ലൈൻറ്റുകളൊന്നും അധികം വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളത് റീപാക്കിങ്ങോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കും. നിങ്ങൾ അതിന്റെ സഹകരണം കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അതേപോലെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓർഡർ തന്ന് ഇപ്പൊ എനിക്കിപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഒരു 5000 പീസ് വേണം, എത്ര ദിവസം കൊണ്ടാണ് നിങ്ങളെ ഒരു ടൈം പറയുന്നത്? 500 ഷർട്ട് മുതൽ 2000 ഷർട്ട് വരെ നമുക്ക് 10 to 15 ഡേയ്സ് എടുക്കാം. 500 ഷർട്ടാണെങ്കിലും 2000 ഷർട്ടാണെങ്കിലും 15 ദിവസം കൊണ്ട് ഏകദേശം ചെയ്ത് കൊടുക്കണം. അത്ര ഫാസ്റ്റ് വർക്ക് നടക്കുന്നുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വലിയ ടെൻഷൻ ഒന്നും ഇല്ല. എവിടെ ഉള്ളവർക്കൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത്? ഇപ്പൊ കേരളത്തിൽ നമ്മളിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ചെയ്യുന്നുണ്ട്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യയിൽ മൊത്തം ഇവിടെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഇരിക്കുന്ന ബോക്സുകളൊക്കെ നമുക്ക് എക്സ്പോർട്ടിനുള്ളതാണ്. USA, കാനഡ ആ ഭാഗത്തേക്ക് പോകുന്ന ഷർട്ടുകളാണ് ഈ ബോക്സുകളിലൊക്കെ ഇരിക്കുന്നത്. നമ്മുടെ നാടുകളിൽ മാത്രമല്ല, പുറത്തേക്കും പോകുന്നുണ്ട്. അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും ക്വാളിറ്റിയോട് കൂടി അതൊക്കെ ശ്രദ്ധിക്കണ്ടല്ലേ പുറത്തേക്ക് പോകുന്ന സമയത്ത്? ഇന്റർനാഷണൽ ക്വാളിറ്റി അഷ്യൂർഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ പോകുള്ളൂ. പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അത് അവരൊരു സീൽ വരും. അവർ വന്ന് ഇൻഫെക്ഷൻ ചെയ്ത് സീൽ അടിച്ചതിന് ശേഷമേ പോകുള്ളൂ. അപ്പൊ ഇവിടെ ഉള്ളത് നിങ്ങൾ ആ ക്വാളിറ്റി തന്നെ ചെയ്ത് കൊടുക്കും? അതെ. ആ ഒരു സെറ്റിംഗിൽ തന്നെയാണ് ഫാക്ടറി ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി അറിയേണ്ടത് ലാസ്റ്റ് പ്രൈസിന്റെ കാര്യമാണ്. എല്ലാവർക്കും ഉള്ള ഒരു കാര്യം അത് തന്നെ ആയിരിക്കും. പ്രൈസിന്റെ എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഡിപ്പെൻഡ് ഓൺ സ്റ്റൈലാണ്. നമുക്ക് ആ സ്റ്റൈലിനെ നോക്കിയിട്ട് ഒരു കസ്റ്റമറായിട്ട് നമുക്ക് ഇരുന്നിട്ട് ആ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് റേറ്റ് അതിന് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഡിസൈന് പിന്നെ നമ്മളെ മാർക്കറ്റ് റേറ്റ് ആണ്. ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് റേറ്റിനനുസരിച്ചാണ് പോകുന്നത്. അതൊക്കെ നോക്കിയിട്ട് അതിന്റെ റേറ്റ് നമുക്ക് പറയാൻ പറ്റും. മറ്റുള്ളത് പറയുമ്പോൾ നമുക്ക് റേറ്റ് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓക്കെ. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ച എന്റെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കാൻ പറ്റിയതും വലിയ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇത്രയാണ് ബ്രാൻഡ് ക്ലബിന്റെ വിശേഷങ്ങള്. ഡെയിലി 1000-ഓളം ഷർട്ടുകളാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അനുപേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡിൽ ചെയ്തെടുക്കണമെങ്കിൽ, നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. വിളിക്കാം, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അതേപോലെ നേരിട്ട് വന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വന്ന് കാണാനുള്ള അവസരം കൂടി ഇവിടെ ഉണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.